ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ലൈഫിൽ നടന്ന വലിയൊരു മിറാക്കിളിനെ കുറിച്ച് ഞാൻ പറയുന്നത്. എനിക്കിങ്ങനെ മാറാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മാറാൻ പറ്റും. ഞാൻ എന്ന് പറയുന്ന ആൾ ഭയങ്കര മടിയുള്ള, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന, എല്ലാത്തിനും നെഗറ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ഇത്രയും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്നായിട്ട് മാറാൻ പറ്റും. അപ്പം എന്താണ് എൻ്റെ ലൈഫ് സംഭവിച്ച ആ മിറാക്കിൾ എന്ന് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം കുറേ നാൾ മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് നാൾക്കായിട്ട് ഞാനിങ്ങനെ ഭയങ്കര എന്ത് കാര്യത്തിനും ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരുപാട് സ്ട്രെസ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പം എനിക്ക് തന്നെ തോന്നി തുടങ്ങി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അതായത് കംപ്ലീറ്റ്ലി എന്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അപ്പം ഞാനിങ്ങനെ അതൊക്കെ മാറ്റാൻ വേണ്ടി ഞാനിങ്ങനെ ജസ്റ്റ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത്, അതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു. സത്യത്തിൽ ഞാനങ്ങനെ എല്ലാ വീഡിയോസും ഫുൾ ഇരുന്ന് കാണുകയോ അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയും ചെയ്തു, ഇങ്ങനത്തെ പ്രത്യേകിച്ച് മോട്ടിവേഷണൽ വീഡിയോസ്. പക്ഷേ ഇത് ഞാൻ ഫുള്ള് കണ്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്കൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാനും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എ മോർണിംഗ് മിറാക്കിൾ. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റാണ്. ദ മോർണിംഗ് മിറാക്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് എഴുതിയത് ഹാൽ എൽറോഡ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം റിക്കവർ ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ഒരു ടെക്സ്റ്റ് ഇറക്കി. ആ ടെക്സ്റ്റാണ് ഈ പറയുന്ന മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്ത് ലൈഫിൽ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത് ഞാനും ചെറുതായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ കണ്ടുപിടിച്ച കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഈ ടെക്സ്റ്റ്, ഈ മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന ടെക്സ്റ്റിനകത്ത് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്, ഈ പറയുന്ന മോർണിംഗ് മിറാക്കിൾ ചെയ്യേണ്ട സമയത്ത് അത് 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 6 കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 6 കാര്യങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് മുൻപ് ചെയ്താലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ആ 6 കാര്യം എന്ന് പറയാം? വളരെ സിമ്പിളാണ്. അതിനെ അദ്ദേഹം ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്, സേവേഴ്സ്. SAVERS. ഈ സെർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 6 വേർഡും 6 കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ 6 ലെറ്റേഴ്സും 6 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ എസ് എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. അതായത് നമ്മൾ രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒന്നെങ്കിൽ ഫോണിൽ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ, അല്ലെങ്കിൽ നമ്മൾ തലേന്ന് അയച്ച മെസ്സേജസ് ഒക്കെ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ പുതിയ സ്റ്റാറ്റസ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഞാനും അങ്ങനെയായിരുന്നു. രാവിലെ എണ്ണിട്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് 2 മിനിറ്റ് സ്ക്രോൾ ചെയ്യാനായിരിക്കും കയറുന്നത്. പക്ഷെ അത് ചെയ്ത് അങ്ങ് എത്താറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ രാവിലെ ഇങ്ങനെ നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ മെയിലിനെ കുറിച്ചൊക്കെ രാവിലെ എണ്ണിക്കുമ്പോഴേ ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് ഭയങ്കര ഓവർ സ്ട്രെസ്സിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രാവിലെ എണ്ണിക്കുമ്പോൾ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരിക്കുക. അതായത് ഭയങ്കര കാമായിട്ട്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് വളരെ കാമായിട്ടിരിക്കുക. അതാണ് എസ് എന്ന് ഉദ്ദേശിക്കുന്ന സൈലൻസ്. ജസ്റ്റ് ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ നിങ്ങൾ ചെയ്താൽ മതിയാകും. പക്ഷേ അതെന്ന് പറയുന്നത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും. അതായത് വേറെ ഒന്നും ആലോചിക്കുക. അതായത് രാവിലെ കുട്ടികൾക്ക് എന്ത് കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും, ഒന്നും ചിന്തിക്കാണ്ട് വളരെ കാമായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് സമയം സൈലൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അതിനെയാണ് അദ്ദേഹം ആദ്യത്തെ 5 മിനിറ്റ്, അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റോ 10 മിനിറ്റാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി മൂലം നമുക്കൊരു 5 മിനിറ്റ് ഒക്കെ ചെയ്താൽ മതിയാവും. അപ്പോൾ അതാണ് ആദ്യത്തെ എസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എ ആണ്. എന്ന് വിളിക്കുന്നത് അഫർമേഷൻ. അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ലൈഫിനെ, അല്ലെങ്കിൽ നമുക്ക് ഉള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ആക്കി, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിനെ പോലെ നമുക്ക് ചിന്തിക്കാം. അതായത് നമ്മളിപ്പം ഒട്ടും പൈസക്കാരല്ല, അല്ലെങ്കിൽ നമ്മളിപ്പം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ചിന്തിക്കുക. അതായത് നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ ബ്യൂട്ടിഫുൾ, അതായത് ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം റിച്ച് എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇല്ലാത്തതിനെ നമ്മൾ പോസിറ്റീവ്, കുറച്ച് ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിയേർഡായിട്ട് തോന്നും. നമ്മളെങ്ങനെ ഇങ്ങനെ പറയുന്നത്, ഐ ആം റിച്ച്, ഐ ആം ഹാപ്പി, അല്ലെങ്കിൽ ഐ ആം ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പറയുന്നൊക്കെ ഒരു വിയേർഡ് ഫീൽ ചെയ്ത് തോന്നും. പക്ഷേ എന്നാലും അങ്ങനെയല്ല. നമ്മളത് പറയാം, നമ്മൾ വേറെ ആരും കേൾക്കാനല്ല പറയുന്നത്, നമുക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളിങ്ങനെ പറയാം, ഞാൻ ഓക്കെയാണ്, ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ച് ആണെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അതാണ് രണ്ടാമത്തെ കാര്യം. ദെൻ അടുത്തെന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. അത് ഭയങ്കര രസമുള്ള കാര്യം കേട്ടോ. നമ്മൾക്ക് എന്താണോ ആവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ടാണോ മാറേണ്ടത്, അത് വിഷ്വലൈസ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ പറഞ്ഞ 6 കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണിത്. ഞാൻ എന്താ വിഷ്വലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതായത് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നതെന്നറിയോ, ഞാൻ വലിയൊരാളാവുന്നു, എന്നെ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്നു, അപ്പം ഞാൻ എൻ്റെ സക്സസ് സ്റ്റോറീസ് പറയുന്നു. ഇതാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതായത് വലിയ ജോലി വാങ്ങുന്നു, നമ്മൾ വലിയ കാറിൽ പോയി ഇറങ്ങുന്നു, മറ്റേ വിക്രമാദിത്യ സിനിമയെ പോലെ, അതായത് ലാസ്റ്റ് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് വന്ന് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, എന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ എന്ത് ചെയ്യാൻ വിഷ്വലൈസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിനെ വിഷ്വലൈസ് ചെയ്യാം. അതിങ്ങനെ കംപ്ലീറ്റ്ലി നടന്നതുപോലെ വിഷ്വലൈസ് ചെയ്യാം. അതാണ് അടുത്തത്. ഇനി ഉള്ളത് കുറച്ച് പാടുള്ള പണിയാണ് എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തുമാ, വാക്യൂം ചെയ്യാം, ഓടിയോ ചാടിയോ സ്ട്രെച്ചിങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച്
എനിക്ക് ഡാൻസ് കളിക്കാൻ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇത് കുഞ്ഞുനാൾ തൊട്ടേ ഡാൻസ് പഠിക്കാൻ ഇഷ്ടമാണ്. കുറച്ച് ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പം ഞാൻ വളരെ സ്ലോ ആയിട്ടുള്ള മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ ഒരു സെമി ക്ലാസിക്കൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റെപ്സ് ഒക്കെ ചെയ്യാം. നമ്മൾ ഡപ്പാങ്കുത്തൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡാൻസുകളൊക്കെ ഇങ്ങനെ ചുമ്മാ കുറച്ചൊക്കെ സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അത് ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. അത് ആ പാട്ടിനനുസരിച്ച് നമ്മുടെ മൂഡ് മാറ്റും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എക്സസൈസാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതും നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ചെയ്യാം. വേറെ ഒന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് ഓടിയോ ചാടിയോ ഡാൻസ് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡി ഒന്ന് ഫിറ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആവുന്ന രീതിയിൽ. അപ്പം നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. അപ്പം ഫിസിക്കലി ഒന്ന് ആക്റ്റീവ് ആവുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിങ് അങ്ങനെ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല ഉള്ള ഒരാളല്ല. ഞാനും അങ്ങനെ അധികം റീഡിംഗ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ നമുക്ക് ഈ സമയത്ത് ഒരു 5-10 മിനിറ്റ് നമ്മൾ മിനിമം ഒരു ടെക്സ്റ്റിൻ്റെ 10 അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഒരു ടെക്സ്റ്റ് വായിക്കാം. ഒരു പേജെങ്കിലും വായിക്കാൻ നോക്കുക. അത് ഇപ്പം രാവിലെ ആകുമ്പോൾ പത്രം വായിക്കരുത്. പത്രം വായിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം വെട്ടും കുത്തും പോലെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പത്രം വായിക്കാൻ നിൽക്കേണ്ട. എന്തെങ്കിലും നല്ല ടെക്സ്റ്റ്, അതായത് ഇക്കിഗായി പോലെ ടെക്സ്റ്റുകൾ, അങ്ങനത്തെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് അപ്രോച്ച് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാം. എന്തെങ്കിലും എഡിറ്റോറിയൽസോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്. നമുക്ക് നമ്മുടെ പോസിറ്റീവ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കുന്ന, നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഒരു 5 മിനിറ്റ് ഒരു പേജോ അല്ലെങ്കിൽ 2 പേജോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വായിക്കാം. ദെൻ ലാസ്റ്റ് വണ്ണാണ് സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മളെ ജേർണലിംഗ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പണ്ട് നമ്മൾ ഡയറി എഴുതാറുണ്ടല്ലേ, കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയറി എഴുതാറുണ്ട്. ഞാൻ ഡയറി എപ്പോഴും എഴുതുന്നറിയാമോ, എന്നെ ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ, എനിക്കതിന് ഭയങ്കര സങ്കടം വരുമ്പോൾ, മോശമാവുന്ന ദിവസങ്ങൾ മാത്രം ഞാൻ ഡയറി എഴുതും. അതായത് എൻ്റെ ലൈഫിൽ എന്നെ ഒത്തിരി ഹേർട്ട് ചെയ്യുന്ന ദിവസം കണ്ടല്ലോ, ആ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഡയറി എഴുതും. അപ്പോൾ ഞാൻ പിന്നീട് ഡയറി എടുത്തു പിന്നെ സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, സന്തോഷങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വൃത്തികളുടെ ഡയറി ആവരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതാനത്, നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് എഴുതാം. അതിനേക്കാളും ബെറ്ററായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതായത് ഈ പറഞ്ഞ നമ്മുടെ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം കഴിയുമ്പോൾ നിങ്ങളൊരു ഡയറി എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ അന്നത്തെ ദിവസം ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാം, എഴുതുക. അപ്പോൾ എന്താ പറ്റുന്നറിയോ, നമ്മൾ ചെയ്യുമ്പോൾ ഒരു 4-5 കാര്യം, ജസ്റ്റ് കുക്കിങ് അല്ലെങ്കിൽ വാഷിങ് ക്ലീനിങ് അതല്ലെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാര്യമാണ് പറയുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യേ ഇത്രയും ഉണ്ടായിരുന്നല്ലോ, എന്നാൽ പിന്നെ വേഗം ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ചാടിപ്പോയി ചെയ്യാനൊരു ത്വര വരും. അതല്ലാണ്ട് നമ്മൾ രാവിലെ അങ്ങോട്ട് എണീക്കുമ്പോൾ അയ്യോ ഇന്ന് ചോറ് വെക്കണം, അയ്യോ ഇന്ന് പാത്രം കഴുകണം, തറ ഉടയ്ക്കണം, പിള്ളേരെ ഓടിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ അങ്ങോട്ട് ചിന്തിച്ച് നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങ് ഡെസ്പായി പോകും. പക്ഷേ അതിന് പകരം ഈ പറഞ്ഞ നമ്മൾ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നല്ലോ, എന്നാ പോയി ചെയ്തേക്കാം എന്നൊരു മൂഡിലേക്ക് നമ്മൾ മാറും. ഇത് എത്ര പേർക്ക് ഇത് റിലേറ്റീവ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിത് ഈ അടുത്തിടയ്ക്ക് ഒരു 2 മാസത്തിന് മുമ്പ് ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോർണിംഗ് സ്റ്റെപ്സ് എന്ന് പറയുന്ന ഈ 6 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി അധികം ബെറ്റർ ആവും. അതായത് നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ്സിനൊക്കെ മാറി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറച്ചുകൂടെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് നിങ്ങൾ മാക്സിമം ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഒരു 15 to 20 ഡേയ്സ് നിങ്ങളത് കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അതിനകത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും നിങ്ങൾക്ക് ഉണ്ടായ മാറ്റങ്ങൾ. അപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും. വളരെ ചെറിയ തോതിലെങ്കിലും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എനിക്ക് മാറ്റം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാവും. എൻ്റെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ എന്നെ നെഗറ്റീവോളി എന്നൊക്കെയാണ് പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഈ പറഞ്ഞ 6 സ്റ്റെപ്സിലൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ഒരു മിറാക്കിൾ പോലെ ചേഞ്ച് ആവും. അപ്പം നിങ്ങൾ എല്ലാവരും ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. പറ്റുന്ന പോലെ വളരെ സമയം കുറച്ചാണെങ്കിൽ പോലും നിങ്ങളിത് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.